9ാം ക്ലാസ്സിലെ രസതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും സെക്കൻഡ് ടൈം 2024-25 പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പോളാർ സംയുക്തം അല്ലാത്തത് ഏത്? ഇതിൽ പോളാർ സംയുക്തമല്ലാത്തത് CO2 കാർബൺ ഡയോക്സൈഡാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഈ സംക്രമണ മൂലകങ്ങൾ അവ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇനി നാലാമത്തെ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: പൊടിച്ച മുട്ടത്തോട് നേർപ്പിച്ച HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ വേഗം വർദ്ധിക്കുന്നു. പ്രസ്താവന 2, പൊടിക്കുമ്പോൾ മുട്ടത്തോടിൻ്റെ പ്രതല പരപ്പളവ് കൂടുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളത് പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ ശരിയായ വിശദീകരണമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 100 ഗ്രാം ലായനിയിൽ 20 ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെങ്കിൽ ലീനത്തിൻ്റെ മാസ് പെർസെൻറ്റേജ്, അതായത് 100 ഗ്രാമിൽ 20 ആണെങ്കിൽ 20% ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ നൽകിയിരിക്കുന്നു. സോഡിയത്തിൻ്റെ 0. Na എന്ന് പറയുന്നത് സോഡിയം 0.93, ക്ലോറിൻ 3.16, കാർബൺ 2.55, ഓക്സിജൻ 3.44. നൽകിയിരിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ രാസബന്ധനം ഏതെന്ന് കണ്ടെത്തുക. NaCl സോഡിയം ക്ലോറൈഡിൻ്റെ അയോണിക ബന്ധനമാണ്. CO2 സഹസംയോജക ബന്ധനം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ കണ്ടെത്തി സമീകരിക്കുക, ബാലൻസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സൾഫറും പ്ലസ് ഓക്സിജൻ SO2, കാരണം ലെഫ്റ്റ് സൈഡിൽ സൾഫർ 1 ഓക്സിജൻ 2, റൈറ്റ് സൈഡിൽ സൾഫർ 1 ഓക്സിജൻ 2. അപ്പോൾ അത് ബാലൻസ് ചെയ്തിട്ടുണ്ട്, സമീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, N2 + H2 NH3 എന്നാണ്. നൈട്രജൻ 2 ലെഫ്റ്റ് സൈഡിൽ, റിയാക്റ്റൻ്റ് N 2, ഹൈഡ്രജൻ 2. പക്ഷേ റൈറ്റ് സൈഡിൽ N 1 ഉള്ളൂ, H 3 ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രജന് റൈറ്റ് സൈഡിലുള്ള നൈട്രജന് 2 × 2 കൊടുക്കുക, ഹൈഡ്രജന് 2. അപ്പോൾ N2 + 3H2 gives 2NH3 എന്ന് വരും. 2 വശത്തും ഒരേപോലെ ആയിരിക്കണം നൈട്രജനും ഹൈഡ്രജനും. അപ്പോൾ ഇവിടെ ഇപ്പോൾ N 2, ഹൈഡ്രജൻ 6, റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് N 2, ഹൈഡ്രജൻ 6. ഇനി C ക്വസ്റ്റ്യൻ നോക്കിയാൽ 2Mg + O2 gives 2MgO. Mg 2 ഉണ്ട് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ 2 ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് വരുമ്പോൾ Mg 2, ഓക്സിജൻ 2 സ്ഥലത്തും ഒരേപോലെയാണ് Mg ഓക്സിജനും. അപ്പോൾ അതുകൊണ്ട് അത് സമീകരിച്ചതാണ്, ബാലൻസ് ചെയ്തതാണ്. ഇനി Na + Cl2 NaCl. Na ലെഫ്റ്റ് സൈഡിൽ 1 ഉള്ളൂ, Cl 2 ഉണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ Cl 1 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ Na 2 Cl 2. അപ്പോൾ 2NaCl എന്ന് ആൻസർ കിട്ടും. അതാണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉൽപ്രേരകം എന്നാൽ എന്ത്? സ്ഥിരമായ രാസമാറ്റത്തിന് സ്വയം വിധേയമാകാതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം മാംഗനീസ് ഡയോക്സൈഡ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, A, B എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. A 281, B 285. ഇവയിൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ള മൂലകം ഏത്? അത് A ആണ്. കാരണം ആറ്റത്തിൻ്റെ വലിപ്പം കൂടുതലുള്ള മൂലകം 281 ആണ്.
ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആസിഡ്, ആൽക്കലി ഇവ ഏതെന്ന് എഴുതുക. മഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ടാക്കാനായിട്ട് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4ഉം ആൽക്കലി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH2. ഇനി കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാക്കാനായിട്ട് ആസിഡ് HClഉം ആൽക്കലി കാൽസ്യം ഹൈഡ്രോക്സൈഡും. 11ാമത്തെ ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ രൂപീകരണം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുക. ഇലക്ട്രോൺ ഡോട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കിടക്കുന്ന ഷെല്ലിൽ ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺ എത്രയുണ്ടോ അത് ഡോട്ട് ഇട്ട് വയ്ക്കുക. മഗ്നീഷ്യത്തിന് 2 എണ്ണം കേട്ടോ, 2 8 2 ലാസ്റ്റ് കിടക്കുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ 2 എണ്ണം. ഇനി അതേപോലെ ഓക്സിജന് 6 എണ്ണമാണ്, 2 6 അല്ലേ, അപ്പോൾ 6 എണ്ണമാണ് ലാസ്റ്റ് കിടക്കുന്നത്, അപ്പോൾ 6 ഡോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടമാകുന്നതുകൊണ്ടാണ് അത് 2+ എന്നിട്ടേക്കണത്. ഓക്സിജൻ 2 എണ്ണം സ്വീകരിച്ച കാരണം കൊണ്ട് 2 ഇട്ട്. അതായത് ഒക്ടക്റ്റ് ആവാൻ, സ്റ്റേബിൾ ആവാൻ വേണ്ടി 2 8 ആവാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺ മഗ്നീഷ്യത്തിന് നഷ്ടമായി, ഓക്സിജന് 2 ഇലക്ട്രോൺ സ്വീകരിച്ചു. ഇനി മഗ്നീഷ്യം ഓക്സൈഡിലെ കാറ്റയോൺ എന്ന് പറയുന്നത് Mg2+. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. Zn+2HCl സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. രാസപ്രവർത്തനത്തിന് മുൻപും ശേഷവുമുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതുക. സിങ്ക് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. 2HCl, Hന് പ്ലസ് ആണ്, Clന് മൈനസ്. H+ എന്ന് എഴുതാൻ കാരണം H ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ക്ലോറിൻ സ്വീകരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ ZnCl2 എന്ന് പറയുമ്പോൾ +2 വരും, Cl2ന് -1, H2 0. ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണോ? അതെ. നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. കാരണം ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതിനാൽ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ബീക്കറുകൾ, അമോണിയം ക്ലോറൈഡ്, ജലം, സ്പൂൺ എന്നിവ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും തയ്യാറാക്കാനുള്ള പ്രവർത്തനക്രമം എഴുതുക. അമോണിയം ക്ലോറൈഡിൻ്റെ അപൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ അമോണിയം ക്ലോറൈഡ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സംയോജിച്ച് ജലം ഉണ്ടാകുന്നതിൻ്റെ രാസസമവാക്യവും അത് സംബന്ധിച്ച പട്ടികയും ശ്രദ്ധിക്കുക. 2H2 + O2 gives 2H2O. സന്ദർഭം ഒന്നാമത്തേൽ എടുത്ത ഹൈഡ്രജൻ്റെ മാസ് വെയിറ്റ് 2, ഓക്സിജൻ 16, അപ്പോൾ ലഭിച്ച ജലത്തിൻ്റെ മാസ് 18. 16 2 18. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിൽ 4 32, 36 ജലത്തിൻ്റെ മാസ്. ഇനി അഭികാരകങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തമ്മിലുള്ള ബന്ധം തുല്യമായിരിക്കും. ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം മാസ് സംരക്ഷണ നിയമം പ്രസ്താവിക്കുക. ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മഗ്നീഷ്യം ചേർക്കുന്നു. ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? ആദേശ രാസപ്രവർത്തനം. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഏതെങ്കിലും ഒരു മാർഗം, അതായത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം ക്ലോറിനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക. Mg+Cl2 gives MgCl2. ഈ പ്രവർത്തനത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിലുള്ള മാറ്റം എഴുതുക. 0 ആണ്. മഗ്നീഷ്യത്തിന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്സിജൻ 0 Cl2 അല്ലേ, അപ്പോൾ +2 വരും. 0 to +2. ഓക്സീകരണ പ്രവർത്തനത്തിൻ്റെയും നിരോക്സീകരണ പ്രവർത്തനത്തിൻ്റെയും സമവാക്യങ്ങൾ. Mg എന്ന് പറയുമ്പോൾ Mg2+ ക്ലോറിൻ സ്വീകരിക്കുന്നു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ ഷെല്ലിൽ 2 4 കെയും എല്ലും ഉണ്ട്. ഈ മൂലകത്തിൻ്റെ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുണ്ട്? 2 ഷെല്ലുകളിൽ. ബി ക്വസ്റ്റ്യൻ, ഊർജ്ജം കൂടിയ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണുള്ളത്? എൽ ഷെല്ലിലാണ്.
ഒരു മൂലകത്തിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 14. ഇനി ഐസോട്ടോപ്പും ഐസോബാറും തമ്മിലുള്ള വ്യത്യാസം. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ. ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്രെഷോൾഡ് എനർജി കൈവരിച്ച അഭികാരക തന്മാത്രകളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ത്രെഷോൾഡ് എനർജി എന്നാൽ എന്ത്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരക കണികകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇനി ഒരു താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു എന്ന് കാണിക്കാൻ ഒരു പരീക്ഷണം എഴുതുക. സാമഗ്രികൾ: അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ടെസ്റ്റ് ട്യൂബും ബർണറും തന്നിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ലായനി എടുത്തിട്ട് ചൂടാക്കുമ്പോൾ അഭികാരകങ്ങൾ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. കാരണം എന്ത്? ചൂടാക്കുമ്പോൾ ത്രെഷോൾഡ് എനർജി കൈവരിച്ച കണികകളുടെ എണ്ണം കൂടും. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, Al അലുമിനിയം, കാർബൺ C, ഓക്സിജൻ O, Cl ക്ലോറിൻ എന്നിവയുടെ ആറ്റോമിക് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. Al13, C6, O8, Cl17. ഈ മൂലകങ്ങളുടെ സംയോജകതകൾ കണ്ടെത്തുക. സംയോജകത എന്ന് പറയുമ്പോൾ Alന് 3 അലുമിനിയത്തിന്, Al3, കാർബണിന് 4, ഓക്സിജൻ 2, ക്ലോറിന് 1. ഈ സംയോജനകൾ ഉപയോഗിച്ച് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രങ്ങൾ എഴുതുക. അലുമിനിയം ഓക്സൈഡ് Al2O3, ഓക്കി 2, Alന് 3. അപ്പോൾ Al2O3. ഇനി കാർബൺ ടെട്രാ ക്ലോറൈഡ്, കാർബണിന് 4 അല്ലേ, Clന് 1, കാർബണിന് 4. അപ്പോൾ ഈ ഇത് 4 Clൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ Clൻ്റെ 1 ഇവിടേക്ക് വരും. അപ്പോൾ CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. CaCO3, CaO പ്ലസ് CO2. ഇനി H2 പ്ലസ് Cl2, 2HCl. സൾഫർ SO2 പ്ലസ് H2O, H2SO3. H2SO4 പ്ലസ് BaCl2, ബേരിയം ക്ലോറൈഡ്, ഗിവ്സ് ബേരിയം സൾഫേറ്റും 2HCl. ഇനി സംയോജന പ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്? രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്നതിനെയാണ് സംയോജന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്നും സംയോജന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണം എഴുതുക. H2 പ്ലസ് Cl2 ഗീവ്സ് 2HCl, പുതിയ പദാർത്ഥം. SO2 പ്ലസ് H2O ഗീവ്സ് H2SO3. ഇനി ഇവയിൽ വിഘടനം പ്രവർത്തിക്കുന്നത് വേറെ പുതിയതൊന്നും ഉണ്ടാവണില്ല. വിഘടന പ്രവർത്തനത്തിന് ഉദാഹരണമായ സമവാക്യം CaCO3 അല്ലേ. CaO കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സമവാക്യം 4ാമത്തെ ദ്വിവിഘടന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. വിശദമാക്കുക. കാരണം അയോണുകൾ പരസ്പരം വെച്ചുമാറി പുതിയ സംയുക്തം ഉണ്ടാകുന്നു. 4ാമത്തേൽ H2SO4 പ്ലസ് BaCl2 ഗീവ്സ് BaSO4 പ്ലസ് 2HCl. അത് ദ്വിവിഘടന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു.